ഹലോ ഗായ്സ്, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആദ്യം തന്നെ, നിങ്ങൾക്ക് ഈ ചോറും കറിയും കൂട്ടി തിന്നുന്നതാണോ അതോ ഒരു ദിവസം ഒന്ന് മാറ്റിപ്പിടിച്ച് കഴിക്കുന്നതാണോ താല്പര്യം? ഓക്കെ, ഒന്ന് ചേഞ്ച് ആഗ്രഹിക്കുന്നവർ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അതുമാത്രമല്ല, സ്കൂളായിക്കോട്ടെ ഓഫീസിലായിക്കോട്ടെ ക്യുക്കൊന്ന് റെഡിയാക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു അനിയനായിട്ട് വരും, അനിയനോ ചേട്ടനോ ഒക്കെ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ നോർമൽ റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ആദ്യം കാണിച്ച പോലെ തന്നെ എല്ലാ വെജിറ്റബിൾസ് എന്ത് ചെയ്യുക, നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ വെക്കുക. എന്നിട്ട് നമ്മുടെ എഗ്ഗും ഞാനൊരു സൈഡിൽ സ്ക്രാമ്പിൾ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് ഒന്ന് ഓയിലിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എഗ്ഗും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ചോറും കൂടെ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് അതും ജസ്റ്റ് മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കാൻ, ഞാനിതിൽ അഡീഷണലായിട്ട് ഒരു മസാല പൊടികളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഒരു പൗഡേഴ്സും ആഡ് ചെയ്തിട്ടില്ല. ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു അടിപൊളി ഐറ്റമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോർമലായിട്ട് നമ്മൾ കുറേ കറികളും ചോറും കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓൾസോ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സോ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ക്യുക്കായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു മസ്റ്റ് ട്രൈ ആണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിലായാലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ബൈ.